ഹിതപ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1984 ലോകം മുഴുവൻ വീഡിയോ ഗെയിമുകൾ കളിച്ച് സമയം കളയുമ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ഒരു 12-കാരൻ റൂമിലിരുന്ന് സ്വന്തമായി ഒരു വീഡിയോ ഗെയിം കോഡ് ചെയ്യുകയായിരുന്നു. ബ്ലാസ്റ്റർ എന്നായിരുന്നു ആ ഗെയിമിൻ്റെ പേര്. ഒരു മാഗസിൻ അത് വിറ്റ് അവൻ സ്വന്തമാക്കിയത് $500. ആ പ്രായത്തിൽ ആരും ചിന്തിക്കാത്ത കാര്യമായിരുന്നു അത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ കുട്ടി ഭൂമിയുടെയും ബഹിരാകാശത്തിൻ്റെയും അതിരുകൾ നിശ്ചയിക്കുന്ന ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള മനുഷ്യനായി മാറി. അതെ, എലോൺ മസ്ക്. പക്ഷേ വെറും $500 തുടങ്ങിയ ആ യാത്ര ഇന്ന് $1 ട്രില്യൺ സാമ്രാജ്യമായി മാറുമ്പോൾ ആ വിജയത്തിൻ്റെ മറുവശത്ത് ജോലിസ്ഥലത്തെ കഠിനമായ സമ്മർദ്ദങ്ങളും വലിയ വിവാദങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ലോകം ആരാധിക്കുകയും ഒപ്പം ഭയത്തോടെ വീക്ഷിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തിയത്? എലോൺ മസ്ക് എന്ന പേര് ഇന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത് റോക്കറ്റുകളും ആഡംബര കാറുകളും മാത്രമാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ശതകോടീശ്വരന് പിന്നിൽ ക്രൂരമായ ഒറ്റപ്പെടുത്തലിൻ്റെയും ആരും അറിയാത്ത നിശബ്ദതയുടെയും മറ്റൊരു കഥയുണ്ട്. അന്ന് ക്ലാസ് മുറികളിൽ അവൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ബാക്കിയുള്ള കുട്ടികളെ പോലെ സംസാരിക്കാനോ അവരോടൊപ്പം കളിക്കാനോ അവന് അറിയില്ലായിരുന്നു. എല്ലാവരും അവനെ ഒരു അപരിചിതനെ പോലെയാണ് കണ്ടിരുന്നത്. സ്കൂളിൽ മറ്റുള്ള കുട്ടികളിൽ നിന്ന് അവൻ ഒരുപാട് അവഗണനയും പരിഹാസവും നേരിട്ടു. ഒരിക്കൽ ഒരു കൂട്ടം കുട്ടികൾ അവനെ പടവുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. ബോധം നഷ്ടപ്പെട്ട അവനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു. ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ആഴ്ചകളോളം അവൻ വേദന തിന്നുകിടന്നു. പക്ഷേ പുറമേയുള്ള ആ മുറിവുകൾക്കൊന്നും അവൻ്റെ ഉള്ളിലെ ചിന്തകളെ തകർക്കാൻ കഴിഞ്ഞില്ല. ലോകം അവനെ തകർക്കാൻ നോക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ മറ്റെന്തോ ഒന്ന് വളരുന്നുണ്ടായിരുന്നു. അവൻ നമ്മളെപ്പോലെ അല്ലെന്ന് സ്കൂളിലെ കുട്ടികൾക്ക് മനസ്സിലായതുപോലെ വിധിക്ക് അവനെ കൊണ്ട് വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇനിയാണ് ആ കഥയുടെ തുടക്കം. ലോകത്തെ കീഴടക്കാൻ പോകുന്ന ആ ബുദ്ധിശക്തി എവിടെ നിന്നാണ് വന്നത്? തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ആ അവിശ്വസനീയമായ യാത്ര നമുക്കൊന്ന് നോക്കാം. ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലാണ് എലോൺ ജനിക്കുന്നത്. അച്ഛൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ, അമ്മ ഒരു മോഡൽ. കുട്ടിക്കാലത്ത് ഒരു രസകരമായ സംഭവമുണ്ട്. വിളിച്ചാൽ അവൻ തിരിഞ്ഞുപോലും നോക്കില്ലായിരുന്നു. മകന് കേൾവി ശക്തി കുറവാണെന്ന് കരുതി മാതാപിതാക്കൾ ഡോക്ടറെ കാണുകയും ചെവിയിൽ ഒരു ചെറിയ സർജറി വരെ ചെയ്യിക്കുകയും ചെയ്തു. പക്ഷേ സത്യമതായിരുന്നില്ല. അവൻ മറ്റുള്ളവരെ കേൾക്കാത്തത് കൊണ്ടല്ല, മറിച്ച് സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത്രമാത്രം ആഴ്ന്നിറങ്ങി ചിന്തിക്കുന്നത് കൊണ്ടായിരുന്നു. അവൻ്റെ തലയ്ക്കുള്ളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വലിയ സയൻസ് ലാബ് ഉണ്ടായിരുന്നുവെന്ന് വേണം പറയാൻ. മറ്റു കുട്ടികൾ കാർട്ടൂണുകളും കോമിക്സും വായിച്ച് നടന്നപ്പോൾ എലോൺ വായിച്ചു തീർത്തത് ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ശാസ്ത്രവിശേഷങ്ങളും എൻസൈക്ലോപീഡിയ പോലുള്ള സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളുമായിരുന്നു. ആ വായനയാണ് അവൻ്റെ ഭാവനയെ നമ്മൾ ഇന്ന് കാണുന്ന അതിരുകളില്ലാത്ത ആകാശത്തോളം വളർത്തിയത്. അവിടെ നിന്നായിരുന്നു ആ വലിയ സാമ്രാജ്യത്തിൻ്റെ തുടക്കം. അതിരുകളില്ലാത്ത ആ വായന അവൻ്റെ ലോകത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി എന്ന് വേണം പറയാൻ. ചിന്തകൾ മാത്രമല്ല, സംസാരിക്കുന്ന ശൈലി പോലും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അതിനൊരു ഉദാഹരണം നോക്കാം. ഒരു വൈകുന്നേരം കസിൻസുമായി കളിക്കുമ്പോൾ കൂട്ടത്തിലെ ഒരു കൊച്ചു പെൺകുട്ടി പേടിയോടെ പറഞ്ഞു, എനിക്ക് ഇരുട്ടിനെ ഭയമാണ്. സാധാരണ നമ്മളാണെങ്കിൽ എന്തു പറയും? പേടിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും, അല്ലേ? പക്ഷേ 12 വയസ്സുകാരനായ എലോൺ നൽകിയ മറുപടി എന്താണെന്നോ? ഇരുട്ടെന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെ അഭാവം മാത്രമാണ്. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഡാർക്ക്നെസ് ഈസ് ദ ആബ്സെൻസ് ഓഫ് ഫോട്ടോൺസ്. അതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു? മറ്റുള്ളവർ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ എലോൺ കാര്യങ്ങളെ നോക്കിക്കണ്ടത് വെറും ലോജിക്ക് വെച്ചായിരുന്നു. ഈ സ്വഭാവം കാരണം മറ്റു കുട്ടികൾക്ക് അവനൊരു അന്യഗ്രഹ ജീവിയെ പോലെ ആയിരുന്നു. സ്കൂളിൽ അവൻ അനുഭവിക്കേണ്ടി വന്ന കടുത്ത അവഗണനയ്ക്കും പീഡനങ്ങൾക്കും കാരണം ഇതൊക്കെയാണ്. ചോരയൊലിപ്പിച്ച് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിട്ടും അവൻ തളർന്നില്ല. പകരം അവൻ്റെ മനസ്സ് കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തത്. ഇതിനിടയിലാണ് ജീവിതത്തിൽ മറ്റൊരു വലിയ ആഘാതം വരുന്നത്.
8 വർഷം സന്തോഷമായിരുന്ന അവൻ്റെ കുടുംബം തകർന്നു. അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. അമ്മയോടൊപ്പം പോകുന്നതിന് പകരം എലോൺ അച്ഛൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനം അവൻ്റെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കി. 10-ാം വയസ്സിൽ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ചാണ് അവൻ ആദ്യമായി ഒരു കമ്പ്യൂട്ടർ കാണുന്നത്. ഇന്നത്തെ സ്മാർട്ട് ഫോണുകളുടെ ലക്ഷത്തിലൊന്ന് കരുത്തുപോലുമില്ലാത്ത കേവലം 5 KB മാത്രം ശേഷിയുള്ള ഒരു വലിയ ഡബ്ബ പെട്ടി, കൂടെ അത് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു പുസ്തകവും, അതായത് പ്രോഗ്രാമിംഗ് മാനുവൽ. സാധാരണ ഒരാൾ മാസങ്ങളെടുത്ത് പഠിക്കേണ്ട കടുപ്പമുള്ള കോഴ്സ് ഈ 10 വയസ്സുകാരൻ ഉറക്കവും ഊണുമില്ലാതെ വെറും 3 ദിവസം കൊണ്ട് പഠിച്ചു തീർത്തു. ഈ അറിവ് വെച്ചാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ബ്ലാസ്റ്റർ ഗെയിം അവൻ സ്വന്തമായി ഉണ്ടാക്കി $500 വിറ്റത്. പക്ഷേ ഈ $500 കേട്ട് ഇതൊരു ചെറിയ തുകയാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. 1984 ആ കാലഘട്ടത്തിൽ ഒരു 12-കാരനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു തുക സ്വന്തം കഴിവുകൊണ്ട് സമ്പാദിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. ഇന്നത്തെ കാലവുമായി താരതമ്യം ചെയ്താൽ അത് ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം വരും. തുടർന്ന് ഹൈസ്കൂളിൽ എത്തിയപ്പോഴേക്കും എലോണിന് ഒരു കാര്യം വ്യക്തമായി. തൻ്റെ വലിയ സ്വപ്നങ്ങൾക്ക് പറ്റിയ മണ്ണല്ല ദക്ഷിണാഫ്രിക്ക. ലോകത്തെ മാറ്റണമെങ്കിൽ അമേരിക്കയിലെത്തണം. 17-ാം വയസ്സിൽ അവൻ കാനഡയിലേക്ക് വണ്ടി കയറി. ബന്ധുക്കളുടെ വീട്ടിൽ താമസം, ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം. പിന്നീട് അമ്മയും സഹോദരൻ കിംബലും അവനോടൊപ്പം ചേർന്നു. യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയിൽ നിന്ന് ബിരുദം നേടിയതോടെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് അവൻ ഒരടി കൂടി അടുത്തു. വർഷം 1995. ലോകത്ത് ഇൻ്റർനെറ്റ് എന്ന വിപ്ലവം പിച്ചവെച്ച് തുടങ്ങുന്ന കാലം. അന്ന് കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള എലോൺ മസ്ക് ലോകം മാറാൻ പോകുന്ന ആ മാറ്റം നേരത്തെ തിരിച്ചറിഞ്ഞു. ഒരു ഹോട്ടലോ ആശുപത്രിയോ കണ്ടെത്തണമെങ്കിൽ അക്കാലത്ത് വലിയ ഫോൺ ഡയറികളും മാപ്പുകളും തപ്പണമായിരുന്നു. അപ്പോഴാണ് എലോൺ ആ സ്വർണ്ണ അവസരം കണ്ടത്. എന്തുകൊണ്ട് ഈ വിവരങ്ങളൊക്കെ ഒരു വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തുകൂടാ? ആളുകൾക്ക് വീട്ടിലിരുന്ന് വഴിയറിയാൻ ഒരു ഡിജിറ്റൽ മാപ്പ് ഉണ്ടാക്കിക്കൂടാ? വെറും 24-ാം വയസ്സിൽ അദ്ദേഹം കണ്ട വലിയ ചിന്തയിൽ നിന്നാണ് ഇൻ്റർനെറ്റ് ലോകത്തെ തന്നെ മാറ്റിമറിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബിസിനസ് സാമ്രാജ്യം SIP2 പിറവിയെടുത്തത്. അങ്ങനെ എലോണും സഹോദരൻ കിംബലും ചേർന്ന് ഒരു ചെറിയ ഓഫീസ് മുറി വാടകയ്ക്കെടുത്തു. കമ്പനിക്ക് അവർ നൽകിയ പേര് SIP2. എലോൺ ഉറക്കമൊഴിച്ച് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് കോഡിങ്ങിൽ മുഴുകുമ്പോൾ അനിയൻ കിംബൽ ഓരോ ബിസിനസ്സുകാരെയും നേരിട്ട് കണ്ട് ഈ ഐഡിയ വിൽക്കാൻ ഓടി നടക്കുകയായിരുന്നു. പിച്ചവെച്ച് തുടങ്ങിയ ആ പ്ലാറ്റ്ഫോം പതിയെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി. വൻകിട പത്രങ്ങളും മാധ്യമങ്ങളും ഇവരുടെ ഡിജിറ്റൽ ടൂളുകൾ സ്വന്തമാക്കാൻ ക്യൂ നിന്നു. നിക്ഷേപകരും കോടികൾ ഈ കമ്പനിയിലേക്ക് ഒഴുക്കി. അങ്ങനെ ഇരിക്കെ 1999 ഇൻ്റർനെറ്റ് ലോകം അതിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയിൽ നിൽക്കുന്ന സമയം അന്നത്തെ ടെക് ഭീമനായ കോംബാക്ക് എലോണിൻ്റെ SIP2 എന്ന സ്റ്റാർട്ടപ്പിനെ വിലക്കെടുത്തു. തുക കേട്ടാൽ ഞെട്ടും. $307 മില്യൺ. അതായത് ഇന്നത്തെ കണക്കിൽ ഏകദേശം 2500 കോടിയിലധികം രൂപ. തൻ്റെ 28-ാം വയസ്സിൽ എലോൺ സ്വന്തമാക്കിയത് $22 മില്യൺ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ജീവിതം സെറ്റിലായി, ഇനി ബാക്കി കാലം സുഖമായി ജീവിക്കാം എന്ന് കരുതി വിശ്രമിക്കും, അല്ലേ? എന്നാൽ എലോൺ മസ്കിന് അതൊരു തുടക്കം മാത്രമായിരുന്നു. അദ്ദേഹം അന്നേ ശ്രദ്ധിച്ച ഒരു പ്രധാന കാര്യമുണ്ടായിരുന്നു. അന്നത്തെ ബാങ്കിങ് സിസ്റ്റം വളരെ സ്ലോ ആയിരുന്നു. ഒരു പണം അയക്കണമെങ്കിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കണം. എന്തുകൊണ്ട് ബാങ്കിങ് മുഴുവൻ ഇൻ്റർനെറ്റിലേക്ക് മാറ്റിക്കൂടാ? ആളുകൾ ഓൺലൈൻ ഷോപ്പിങ്ങിനെ പോലും ഭയത്തോടെ കണ്ടിരുന്ന ആ 1999 തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും ഇറക്കി എലോൺ ഒരു ഡിജിറ്റൽ ബാങ്ക് തുടങ്ങി. S.com. ലോണും ഇൻവെസ്റ്റ്മെൻറ്റും പണമയക്കലും എല്ലാം ഒരൊറ്റ ക്ലിക്കിൽ. പക്ഷേ പുതിയൊരു ആശയമായതുകൊണ്ട് ആളുകൾക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. അപ്പോഴാണ് എലോൺ ഒരു മാസ് മാർക്കറ്റിംഗ് തന്ത്രം ഇറക്കിയത്. അക്കൗണ്ട് തുടങ്ങുന്നവർക്ക് ഫ്രീ ആയി പണം നൽകുക. ആളുകൾ ഇരച്ചു കയറി. എന്നാൽ അതേസമയം മറ്റൊരു വശത്ത് പീറ്റർ തീൽ എന്ന ജീനിയസ് ബിസിനസ്സുകാരൻ പേപ്പാൽ എന്ന പേരിൽ ഇതേ ഐഡിയയുമായി രംഗത്തുണ്ടായിരുന്നു. ഇരുവരും വിപണി പിടിക്കാൻ കോടികൾ ഒഴുക്കി പരസ്പരം യുദ്ധം പ്രഖ്യാപിച്ചു. എന്നാൽ ഈ പോരാട്ടം ഇങ്ങനെ തുടർന്നാൽ 2 കമ്പനികളും തകരുമെന്നും കയ്യിലുള്ള പണം മുഴുവൻ തീർന്നു പോകുമെന്നും 2000-ന്റെ തുടക്കത്തിൽ അവർ തിരിച്ചറിഞ്ഞു. ഒടുവിൽ ബുദ്ധിപൂർവ്വം അവർ ഒരു തീരുമാനമെടുത്തു. 2000-ന്റെ മാർച്ചിൽ 2 കമ്പനികളും ഒന്നായി ലയിച്ചു, മെർജ് ചെയ്യപ്പെട്ടു. എലോൺ മസ്ക് അതിൻ്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡറും CEO ആയി ചുമതലയേറ്റു. അപ്പോഴും ആ കമ്പനിയുടെ പേര് X.com എന്ന് തന്നെയായിരുന്നു. അങ്ങനെ S.comൻ്റെയും പേപ്പാലിൻ്റെയും ലയനത്തിന് ശേഷം കമ്പനിയിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങി. കമ്പനിയുടെ പേര് X.com എന്ന് തന്നെ വേണമെന്ന് എലോൺ നിർബന്ധം പിടിച്ചപ്പോൾ മറ്റുള്ളവർക്ക് താല്പര്യം പേപ്പാൽ എന്ന പേരിനോടായിരുന്നു. ഇതിനിടയിൽ
എലോൺ തൻ്റെ കാമുകിയായ ജസ്റ്റീനെ വിവാഹം കഴിച്ചു. അവർ രണ്ടുപേരും കൂടി ഹണിമൂണിനായി ഓസ്ട്രേലിയയിലേക്ക് വിമാനം കയറി. മസ്ക് ഫ്ലൈറ്റിലിരുന്ന ആ മണിക്കൂറുകളിൽ കമ്പനിയുടെ ബോർഡ് മെമ്പർമാർ ഒരു രഹസ്യ നീക്കം നടത്തി. എലോണിനെ CEO സ്ഥാനത്തു നിന്ന് പുറത്താക്കി. പകരം പീറ്റർ തീലിനെ ആ കസേരയിൽ ഇരുത്തി. ഹണിമൂൺ കഴിഞ്ഞ് തിരിച്ചെത്തിയ എലോൺ കാണുന്നത് താൻ പടുത്തുയർത്തിയ കമ്പനി തൻ്റെ കൈവിട്ടു പോയതാണ്. പീറ്റർ തീലിൻ്റെയും ആ കമ്പനിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഈ കഥയുടെ അവസാന ഭാഗത്ത് ചർച്ച ചെയ്യാം. കമ്പനി വിട്ടുപോയ ആ വലിയ പ്രതിസന്ധിയിലും അദ്ദേഹം തൻ്റെ ഓഹരികൾ വിറ്റിരുന്നില്ല. 2002 ഭീമൻ കമ്പനിയായ eBay പേപ്പാലിനെ $1.5 ബില്യൺ സ്വന്തമാക്കിയപ്പോൾ എലോണിന് ലഭിച്ചത് $180 മില്യൺ. അതായത് ഏകദേശം 1500 കോടി രൂപ. സിലിക്കൺ വാലിയിലെ വലിയൊരു താരമായി അദ്ദേഹം മാറി. എന്നാൽ പണം കുമിഞ്ഞുകൂടിയ ആ സമയത്താണ് എലോണിൻ്റെ ജീവിതത്തെ തകർത്തു കളഞ്ഞ ആ ദുരന്തമുണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മകൻ ജനിച്ച് വെറും 10 ആഴ്ച മാത്രം പ്രായമുള്ളപ്പോൾ ഒരു രോഗം വന്ന് മരണപ്പെട്ടു. ആഘാതം താങ്ങാനാവാതെ ആഴ്ചകളോളം ആ ശൂന്യമായ തൊട്ടിൽ നോക്കാൻ ഭയന്ന് എലോൺ വീട്ടിൽ കയറിയില്ല. ചെറുപ്പത്തിൽ ഒറ്റപ്പെടലിനെ മറികടക്കാൻ പുസ്തകങ്ങളെ കൂട്ടുപിടിച്ച മസ്ക് ഈ വലിയ ദുഃഖത്തെ മറക്കാൻ പിന്നീട് 24 മണിക്കൂറും തീവ്രമായ ജോലികളിലേക്ക് മുഴുകി. താൻ സ്വയം ഇത്രയധികം കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും അദ്ദേഹം ഇതിലും വലിയ അർപ്പണബോധം പ്രതീക്ഷിച്ചു. അന്ന് തുടങ്ങിയ ആ വിട്ടുവീഴ്ചയില്ലാത്ത തൊഴിൽ ശൈലിയാണ് പിന്നീട് ലക്ഷക്കണക്കിന് തൊഴിലാളികളെ നിയന്ത്രിക്കുന്ന വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായപ്പോഴും അദ്ദേഹത്തിൽ നിലനിന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കർക്കശമായ മനോഭാവം തൊഴിലാളികളെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് നമുക്ക് കഥയുടെ അവസാന ഭാഗത്ത് വിശദമായി പരിശോധിക്കാം. അങ്ങനെ ആ അക്ഷീണമായ കഠിനാധ്വാനത്തിലൂടെ തൻ്റേതായ ഇടം കണ്ടെത്തിയ എലോൺ മസ്ക് തൻ്റെ അടുത്ത വലിയ ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞു. അത് മറ്റൊന്നുമല്ലായിരുന്നു ബഹിരാകാശം, ചൊവ്വാഗ്രഹത്തിൽ മനുഷ്യനെ എത്തിക്കുക. അതിനായി അദ്ദേഹം റഷ്യയിലേക്ക് വണ്ടി കയറി, പഴയ ഭൂഖണ്ഡാന്തര മിസൈലുകൾ വിലയ്ക്ക് വാങ്ങാൻ. എന്നാൽ റഷ്യൻ ഉദ്യോഗസ്ഥർ ഈ 30-കാരനെ പുച്ഛിച്ചു തള്ളി. ഒരു റോക്കറ്റിന് അവർ ചോദിച്ചത് $21 മില്യൺ. നിരാശയോടെ ഫ്ലൈറ്റിൽ തിരികെ പോരുമ്പോൾ എലോൺ തൻ്റെ ലാപ്ടോപ്പ് തുറന്ന് ഒരു കണക്കുകൂട്ടൽ നടത്തി. ഒരു റോക്കറ്റ് ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളുടെ യഥാർത്ഥ വില അതിൻ്റെ വിപണി വിലയുടെ വെറും 2% മാത്രമാണ്. ബാക്കി തുക വരുന്നത് സിസ്റ്റത്തിൻ്റെ പോരായ്മ കൊണ്ടാണ്. അവിടെ വെച്ച് അദ്ദേഹം ആ വലിയ തീരുമാനമെടുത്തു. ഇനി ആരോടും റോക്കറ്റ് ചോദിക്കില്ല, ഞാൻ സ്വന്തമായി റോക്കറ്റ് ഉണ്ടാക്കും. അങ്ങനെ 2002 സ്പേസ് എക്സ് ജനിച്ചു. ഒരു സാധാരണ ഗോഡൗൺ റോക്കറ്റ് ഫാക്ടറിയാക്കി മാറ്റി അദ്ദേഹം കഠിനാധ്വാനം തുടങ്ങി. പരമ്പരാഗത രീതികൾ മാറ്റി റോക്കറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും സ്വന്തം ഫാക്ടറിയിൽ തന്നെ നിർമ്മിച്ചു. വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ. ഒടുവിൽ 2006 ഫാൽക്കോൺ 1 റെഡിയായി. കൗണ്ട് ഡൗൺ കഴിഞ്ഞ് റോക്കറ്റ് പൊങ്ങി. സെക്കൻഡുകൾക്കകം ഇന്ധനം ചോർന്ന് അത് നിലം പൊത്തി. ഒരു വർഷത്തെ കഠിനാധ്വാനം ചാരമായി. അവർ തോറ്റുകൊടുത്തില്ല. അടുത്ത വർഷം വീണ്ടും ശ്രമിച്ചു. ഇത്തവണ 2ാം ഘട്ടത്തിൽ റോക്കറ്റ് നിയന്ത്രണം വിട്ട് തകർന്നു. 2008 മൂന്നാമത്തെ റോക്കറ്റ് പരീക്ഷണവും പരാജയപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ശരിക്കും തകർന്നുപോയി. സ്പേസ് എക്സിന് വേണ്ടി മസ്ക് സ്വരുക്കൂട്ടി വെച്ച $100 മില്യൺ ആ പരീക്ഷണങ്ങളിൽ വെള്ളത്തിലായി. ഇനി അദ്ദേഹത്തിൻ്റെ കൈവശം ഒരൊറ്റ ലോഞ്ചിനുള്ള പണം മാത്രമേയുള്ളൂ. അതുകൂടി പരാജയപ്പെട്ടാൽ എലോണിൻ്റെ സ്വപ്നങ്ങളും സ്പേസ് എക്സും എന്നേക്കുമായി അവസാനിക്കുമായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധി അവിടെയും തീർന്നില്ല. ഇതേ സമയം എലോൺ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന മറ്റൊരു കമ്പനിയായ ടെസ്ല മോട്ടേഴ്സ് തകർച്ചയുടെ വക്കിലായിരുന്നു. പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത എന്നാൽ അതിവേഗത്തിൽ കുതിക്കുന്ന ഇലക്ട്രിക് സ്പോർട്സ് കാറുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു ടെസ്ലയുടെ ലക്ഷ്യം. ഇതിനായി ലിഥിയം അയോൺ ബാറ്ററികളിൽ ഓടുന്ന റോഡ്സ്റ്റർ എന്ന സ്പോർട്സ് കാറായിരുന്നു അവർ വികസിപ്പിച്ചത്. $6.5 മില്യൺ മുടക്കി മസ്ക് അതിൻ്റെ CEO സ്ഥാനം ഏറ്റെടുത്തുവെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. $65,000 വിൽക്കാൻ ഉദ്ദേശിച്ച കാർ നിർമ്മിക്കാൻ തന്നെ മസ്കിന് ചെലവായത് $1 ലക്ഷം മുകളിലായിരുന്നു. അതായത് ഓരോ കാർ വിൽക്കുമ്പോഴും വലിയൊരു തുക അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. അതിനിടയിലാണ് 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി ലോകത്തെ പിടിച്ചുലയ്ക്കുന്നത്. നിക്ഷേപകരെല്ലാം കമ്പനിയിൽ നിന്ന് പിന്മാറി. ഒരു വശത്ത് തുടർച്ചയായി പരാജയപ്പെട്ട സ്പേസ് എക്സ്, മറുവശത്ത് കടക്കണിയിൽ മുങ്ങിയ ടെസ്ല. ഏതൊരു ബിസിനസ്സുകാരനും ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയെ ഉപേക്ഷിച്ച് മറ്റൊന്നിനെ രക്ഷിക്കാൻ നോക്കും. എന്നാൽ എലോൺ മസ്ക് പിന്മാറിയില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഡംബര മക്ലാരൻ കാർ ഉൾപ്പെടെയുള്ള സർവസ്വവും അദ്ദേഹം വിറ്റു. ഒരു ചില്ലിക്കാശ് പോലും ബാക്കി വെക്കാതെ
തൻ്റെ 2 കമ്പനികളിലേക്കുമായി ആ പണം മുഴുവൻ നിക്ഷേപിച്ചു. ആ സമയത്ത് $180 മില്യൺ ആസ്തിയുള്ള കോടീശ്വരനായ എലോൺ മസ്ക് വെറും 1 വർഷം കൊണ്ട് അക്കൗണ്ടിൽ 0 ബാലൻസ് ഉള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. പരാജയപ്പെട്ടാൽ റോഡിലിറങ്ങേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വലിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറായി. ചിന്തിച്ചു നോക്കൂ, 2008 സർവ്വതും നഷ്ടപ്പെട്ട് റോഡിലിറങ്ങേണ്ടി വരുമായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് വെറും 18 വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് അദ്ദേഹം ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ട്രില്യണർ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഉയർന്നു നിൽക്കുന്നത്. ആ ഉയർച്ച നമുക്ക് കൃത്യമായി നോക്കാം. ഡിസംബർ 2008 അതായിരുന്നു ആ നിർണായക ആ നിമിഷം. എലോണിൻ്റെ 4ാമത്തെയും അവസാനത്തെയും റോക്കറ്റ് പരീക്ഷണം. ഇത് പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ അവസാനിക്കുമായിരുന്നു. കൗണ്ട് ഡൗൺ കഴിഞ്ഞു. റോക്കറ്റ് തീതുപ്പി കുതിച്ചുയർന്നു. 1ാം ഘട്ടം വിജയം, 2ാം ഘട്ടവും ഭംഗിയായി പൂർത്തിയായി. ഒടുവിൽ കൺട്രോൾ റൂമിലെ സ്ക്രീനിൽ ആ ചരിത്രപരമായ സന്ദേശം തെളിഞ്ഞു. ഫാൽക്കോൺ 1 ഭ്രമണപഥത്തിലെത്തിയിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ കമ്പനി ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിജയകരമായി അയക്കുന്നത്. ഈ നേട്ടം കണ്ട നാസ ഉടൻ തന്നെ സ്പേസ് എക്സുമായി $1.6 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചു. തൊട്ടടുത്ത ആഴ്ച, അതായത് 2008 ക്രിസ്മസ് തലേന്ന് ടെസ്ലയ്ക്ക് അടിയന്തരമായി $40 മില്യൺ ഫണ്ടിങ്ങും ലഭിച്ചു. ഒരൊറ്റ മാസം കൊണ്ട് തകർച്ചയുടെ വക്കിൽ നിന്ന് 2 കമ്പനികളെയും എലോൺ മസ്ക് തിരികെ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഇന്നത്തെ മസ്ക് സാമ്രാജ്യം വളരുന്നത്. 2012 ടെസ്ല പുറത്തിറക്കിയ മോഡൽ എസ് കാർ വാഹന ലോകത്തെ മൊത്തത്തിൽ ഞെട്ടിച്ചു. ഒരു സ്മാർട്ട് ഫോൺ പോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാധുനിക കാർ. പിന്നാലെ മോഡൽ 3, മോഡൽ Y എന്നിവ കൂടി എത്തിയതോടെ ടെസ്ല ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കാർ കമ്പനിയിൽ ഒന്നായി മാറി. എന്നാൽ ടെസ്ലയുടെ ഈ വളർച്ചയ്ക്കിടയിൽ മസ്കിന് വലിയൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നു. 2011 മസ്ക് കളിയാക്കി ചിരിച്ച അതേ ചൈനീസ് കമ്പനിയായ BYD. Although there's competitors now ramping up, and as you're familiar with BYD, which is also on the West Coast, I think they're ramping up production of their electric vehicles. Warren Buffett owns 10% stake in that. Why do you laugh? BYD is trying to compete. Why do you laugh? Have you seen their car? 2023 വിൽപ്പനയിൽ ടെസ്ലയെ മറികടന്നു. മസ്കിൻ്റെ സാമ്രാജ്യത്തോളം വരില്ലെങ്കിലും ആ സമയത്ത് അതൊരു വലിയ വാർത്തയായിരുന്നു. ടെസ്ല പോലും BYDയുടെ ബാറ്ററി സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടി വന്നു എന്നത് ആ EV വാറിലെ ഏറ്റവും വലിയ ട്വിസ്റ്റാണ്. ഈ പോരാട്ടത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശദമായ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ആ വിഷയം കാണാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ പോയി വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇലക്ട്രിക് വാഹന വിപണിയിൽ മസ്ക് ഇങ്ങനെ വെല്ലുവിളികൾ നേരിടുമ്പോൾ തന്നെ മറുവശത്ത് അദ്ദേഹം സ്പേസ് എക്സിലൂടെ ബഹിരാകാശ യാത്രയുടെ ചരിത്രം തന്നെ തിരുത്തി എഴുതുകയായിരുന്നു. റോക്കറ്റുകൾ ബഹിരാകാശത്ത് പോയി അവിടെ നശിച്ചു പോകുന്ന പഴയ രീതി അങ്ങ് മാറ്റി. ഉപയോഗിച്ച റോക്കറ്റുകൾ തിരികെ ഭൂമിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കുന്ന പുനരുപയോഗ സാങ്കേതിക വിദ്യ, റീയൂസബിൾ റോക്കറ്റ് ടെക്നോളജി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇതോടെ ബഹിരാകാശ യാത്രയുടെ ചിലവ് 10-1 കുറഞ്ഞു. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ശൃംഖലയായ സ്റ്റാർലിങ്കും ചൊവ്വയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ ലക്ഷ്യമിടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റായ സ്റ്റാർഷിപ്പും മസ്കിൻ്റെ കൈകളിലാണ് ഭദ്രം. മാത്രമല്ല, നാസയുടെ ബഹിരാകാശ സഞ്ചാരികളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ISSൽ എത്തിക്കാനുള്ള ഏക ഉത്തരവാദിത്വവും ഇന്ന് സ്പേസ് എക്സിനാണ്. പക്ഷേ എലോൺ മസ്കിനെ ഇവിടെയും നിർത്താൻ ഭാവമില്ലായിരുന്നു. ഇതിലും വലിയ വിപ്ലവങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ടു. റോക്കറ്റിലും കാറിലും മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല മസ്കിൻ്റെ സ്വപ്നങ്ങൾ. താൻ സമ്പാദിച്ച കോടിക്കണക്കിന് ഡോളറുകൾ ആ പുതിയ ആശയങ്ങൾക്കായി അദ്ദേഹം നിക്ഷേപിച്ചു. നഗരങ്ങളിലെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ ഭൂമിക്കടിയിലൂടെ തുരങ്കങ്ങൾ നിർമ്മിക്കുന്ന ദ ബോറിംഗ് കമ്പനി ഇതിനൊരു ഉദാഹരണമാണ്. വലിയൊരു തുക മുടക്കി അദ്ദേഹം അത് ലാസ് വെഗാസ് പോലുള്ള നഗരങ്ങളിൽ യാഥാർത്ഥ്യമാക്കി. അതുപോലെ തന്നെയാണ് ഹൈപ്പർ ലൂപ്പ്. ഇതൊരു സാധാരണ ട്രെയിനല്ല. വാക്വം ട്യൂബുകൾക്കുള്ളിലൂടെ വായുവിൻ്റെ കർഷണം, ഫ്രിക്ഷൻ ഇല്ലാതെ അതിവേഗത്തിൽ പായുന്ന ഒരു അത്ഭുത സാങ്കേതിക വിദ്യയാണിത്. ഭാവിയിൽ യാത്രാരീതി തന്നെ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഈ തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെ ലോകത്തെ ഗതാഗത മേഖലയിൽ ഒരു മോണോപോളി സൃഷ്ടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ പുറം ലോകത്തെ മാറ്റങ്ങൾക്കപ്പുറം മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിലേക്ക് നോക്കാനാണ് പിന്നീട് അദ്ദേഹം തീരുമാനിച്ചത്. വർഷം 2015. മനുഷ്യൻ്റെ തലച്ചോറിനെയും കമ്പ്യൂട്ടറിനെയും നേരിട്ട് ബന്ധിപ്പിക്കുക എന്ന അസാധ്യമായ ലക്ഷ്യത്തോടെ അദ്ദേഹം ന്യൂറാലിങ്ക് എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. റോക്കറ്റുകൾ ബഹിരാകാശത്തെ കീഴടക്കുമ്പോൾ മനുഷ്യൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പുതിയ യുഗത്തിലേക്ക് എലോൺ മസ്ക് തൻ്റെ ശ്രദ്ധ തിരിക്കുകയായിരുന്നു.
മനുഷ്യന്റെ തലച്ചോറിനെ നേരിട്ട് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇന്ന് ന്യൂറാലിങ്ക് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ലളിതമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ ഒരു കമ്പ്യൂട്ടറുമായി നേരിട്ട് ബന്ധിപ്പിക്കുകയാണ്. ഇതൊരു ചെറിയ ഉദാഹരണം വെച്ച് നോക്കാം. നമ്മൾ ഒരു ലൈറ്റ് ഇടണമെങ്കിൽ സ്വിച്ച് അമർത്തണം അല്ലേ? പക്ഷേ ന്യൂറാലിങ്ക് ചിപ്പ് തലച്ചോറിൽ ഉണ്ടെങ്കിൽ സ്വിച്ച് അമർത്തേണ്ട ആവശ്യമില്ല. ലൈറ്റ് ഒന്ന് തെളിഞ്ഞെങ്കിൽ എന്ന് നമ്മൾ വെറുതെ മനസ്സിൽ വിചാരിച്ചാൽ മതി. ആ ചിന്ത വയർലെസ്സായി കമ്പ്യൂട്ടറിലേക്ക് പോവുകയും ലൈറ്റ് തെളിയുകയും ചെയ്യും. ഇത്രയും സിമ്പിളാണ് സംഭവം. ഇന്ന് കൈകാലുകൾ ചലിപ്പിക്കാൻ പ്രയാസമുള്ളവർക്ക് പോലും അവരുടെ ചിന്തകൾ കൊണ്ട് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ ഈ ചിപ്പ് സഹായിക്കും. ഇത് ശരിക്കും മെഡിക്കൽ ഫീൽഡിലാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ചിന്തയെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനുമായി നേരിട്ട് തുന്നിച്ചേർക്കുന്ന ഒരു വിദ്യയാണിതെന്ന് പറയാം. ഭാവിയിൽ നമ്മളും മെഷീനുകളും തമ്മിലുള്ള അകലം ഇല്ലാതാക്കി ചിന്തകൾ കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് മസ്ക് ഈ വലിയ പരീക്ഷണത്തിന് മുതിരുന്നത്. ന്യൂറാലിങ്കിൻ്റെ ഈ വലിയ പരീക്ഷണങ്ങൾക്കിടയിലും മസ്കിൻ്റെ മനസ്സിൽ ഒരു പഴയ മുറിവ് ഉണങ്ങാതെ കിടപ്പുണ്ടായിരുന്നു. അത് 2000-ൻ്റെ തുടക്കത്തിൽ അദ്ദേഹം സ്ഥാപിച്ച X.com എന്ന പേര് നഷ്ടപ്പെട്ടതായിരുന്നു. പണ്ട് തന്നെ CEO സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കൂട്ടുനിന്ന പീറ്റർ തീലിനെ പോലെയുള്ളവർ അദ്ദേഹം കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത ആ സ്വപ്നത്തെയാണ് തകർത്തത്. കാലം കടന്നുപോയി. ഇന്ന് പീറ്റർ തീലിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ അദ്ദേഹം പല വിവാദങ്ങളിൽ പെട്ട് തളർന്നു പോയെങ്കിലും മസ്ക് തിരിച്ചു വന്നത് ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ടായിരുന്നു. അങ്ങനെ 2022-ൽ $44 ബില്യൺ എന്ന ഭീമമായ തുക മുടക്കി ഒരു തരത്തിൽ ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ അദ്ദേഹം ട്വിറ്ററിനെ തൻ്റെ കൈപ്പിടിയിലാക്കി. പലരും കരുതിയത് ഇതൊരു ബിസിനസ് തന്ത്രം മാത്രമാണെന്നാണ്. പക്ഷേ അതിനപ്പുറം വലിയൊരു പകയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തന്നെ പരാജയപ്പെടുത്തിയവർ ഇല്ലാതാക്കിയ ആ പേര് തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം ട്വിറ്ററിനെ വെട്ടിമുറിച്ച് X എന്ന് പുനർനാമകരണം ചെയ്തു. പണ്ട് താൻ പരാജയപ്പെട്ട ഇടത്ത് തിരിച്ചു വന്ന അതേ പേരിൽ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ലോകത്തെ കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ആ പേര് മാറ്റത്തിന് പിന്നിലെ പ്രധാന ഉദ്ദേശം. തന്നെ തകർക്കാൻ നോക്കിയവർക്ക് മസ്ക് നൽകിയ ഏറ്റവും വലിയ മറുപടിയായിരുന്നു അത്. ട്വിറ്ററിനെ X എന്ന പേരിലേക്ക് മാറ്റിയതോടെ മസ്കിൻ്റെ ലക്ഷ്യം പൂർത്തിയായോ? ഇല്ല, അതൊരു തുടക്കം മാത്രമായിരുന്നു എന്ന് വേണം പറയാം. 2022-ൽ ആ പ്ലാറ്റ്ഫോമിനെ കൈപ്പിടിയിലാക്കിയ അദ്ദേഹം ലോകത്തെ മുഴുവൻ വിവരങ്ങളും തത്സമയം വിശകലനം ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ആപ്പ് എന്ന സ്വപ്നത്തിലേക്കാണ് Xനെ വളർത്തിയത്. ലോകം മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിന്നാലെ ഓടിയപ്പോൾ മസ്ക് വെറുതെ നോക്കി നിന്നില്ല. Xൽ ലഭ്യമായ കോടിക്കണക്കിന് മനുഷ്യരുടെ തത്സമയ സംഭാഷണങ്ങളും വിവരങ്ങളും കൈമുതലായുള്ള അദ്ദേഹത്തിന് കൃത്യമായ ഡാറ്റ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച AI നിർമ്മിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് 2023-ൽ അദ്ദേഹം XAI എന്ന കമ്പനി രൂപീകരിച്ചത്. ഇതിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചതാണ് ഗ്രോക്ക് എന്ന AI മോഡൽ. ഗ്രോക്കിനെ വെറും ഒരു ചാറ്റ് ബോട്ട് എന്ന് വിളിക്കരുത്. മറ്റ് AI മോഡലുകൾക്ക് ലഭിക്കാത്ത ഒരു പ്രത്യേകത ഗ്രോക്കിനുണ്ട്. അത് Xലെ ലൈവ് വിവരങ്ങൾ തത്സമയം വിശകലനം ചെയ്യാൻ പ്രാപ്തമാണ്. മനുഷ്യൻ്റെ തമാശകളും ആക്ഷേപഹാസ്യവും നിലവിലെ ലോക സംഭവങ്ങളും വരെ മനസ്സിലാക്കി മറുപടി നൽകാൻ കഴിവുള്ള വിമർശനാത്മകമായ ചിന്തയുള്ള ഒരു AI ആണ് മസ്ക് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ തൻ്റെ കയ്യിലുള്ള X എന്ന പ്ലാറ്റ്ഫോമിനെ മസ്ക് ഒരു AI ഫാക്ടറിയാക്കി മാറ്റുകയാണ്. മനുഷ്യൻ്റെ ചിന്തയെയും കമ്പ്യൂട്ടറിൻ്റെ അറിവിനെയും AIയുടെ വേഗതയും ഒന്നിപ്പിച്ച് ഭാവിയെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു ഡിജിറ്റൽ സാമ്രാജ്യം അദ്ദേഹം പടുത്തുയർത്തി കഴിഞ്ഞു. ഈ 2026-ൻ്റെ തുടക്കത്തിൽ മസ്ക് തൻ്റെ SpaceXഉം XAയും ലയിപ്പിച്ചു. ഇതിലൂടെ ബഹിരാകാശത്ത് ഓർബിറ്റൽ ഡാറ്റ സെൻറ്ററുകൾ നിർമ്മിക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇതൊരു അവസാനമല്ല. ഈ 2026-ൽ മസ്കിൻ്റെ ആസ്തി $1 ട്രില്യൺ, അതായത് $1,00,000 കോടി എന്ന മാന്ത്രിക സംഖ്യ കടന്നിരിക്കുന്നു. ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ട്രില്യണർ. ചിന്തിച്ചു നോക്കൂ, പണ്ട് $500 ഒരു ഗെയിം വിറ്റ ആ 12കാരൻ ഇന്ന് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമയായി മാറിയിരിക്കുന്നു. എങ്കിലും ഈ വിജയങ്ങൾക്കിടയിലും മസ്ക് ഒരു വിവാദ നായകനാണ്. തൻ്റെ ജീവിതത്തിലെ ആ 24 മണിക്കൂർ നീളുന്ന കഠിനാധ്വാനത്തിൻ്റെ അതേ തീവ്രത അദ്ദേഹം തൻ്റെ ഓരോ ജീവനക്കാരിലും പ്രതീക്ഷിക്കുന്നുണ്ട്. Xലെ കൂട്ടപ്പിരിച്ചുവിടലുകളും ഹാർഡ് കോഡ് വർക്ക് കൾച്ചറിനെ കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ കർക്കശമായ നിലപാടുകളും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ചുരുക്കത്തിൽ അദ്ദേഹം തന്നെ ഒരു മെഷീനെ പോലെ പ്രവർത്തിക്കുമ്പോൾ കൂടെയുള്ളവരും അങ്ങനെ തന്നെ ആകണമെന്ന് വാശി വലിയൊരു തൊഴിൽ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. തൊഴിലാളികൾക്ക് നേരെ ഉണ്ടായ കടുത്ത സമ്മർദ്ദങ്ങളും ക്രിപ്റ്റോ മാർക്കറ്റിനെ പോലും പിടിച്ചു കുലുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ ട്വീറ്റുകളും വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഒരു വശത്ത് ലോകത്തെ മാറ്റിമറിക്കുന്ന സാങ്കേതിക വിദ്യകൾ, മറുവശത്ത് മാനുഷികമായി പരിഗണനകളില്ലാത്ത കർക്കശമായ തൊഴിൽ സംസ്കാരം. ഇതാണ് എലോൺ മസ്ക് എന്ന മനുഷ്യൻ്റെ യഥാർത്ഥ ചിത്രം.
ലോകം അദ്ദേഹത്തെ ആരാധിക്കുകയും അതേസമയം വലിയൊരു ഭയത്തോടെ മാത്രം വീക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണവും ഇതാണ്. ഇതിനെല്ലാം പുറമെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഡോജി അഥവാ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന വകുപ്പിൻ്റെ തലവനായി മസ്ക് നടത്തിയ കടന്നുകയറ്റം ലോകത്തെ ഞെട്ടിച്ചിരുന്നു. സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനും ഭരണകൂടത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിയെപ്പോലെ കാര്യക്ഷമമാക്കാനുമായിരുന്നു അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തത്. എന്നാൽ ഒരു സ്വകാര്യ ബിസിനസ്സുകാരൻ രാജ്യത്തിൻ്റെ ഭരണനയങ്ങളെ ഇത്രയധികം സ്വാധീനിക്കുന്നത് ശരിയോ എന്ന വലിയൊരു വിവാദം ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഉയർന്നു വന്നിരുന്നു. ഒടുവിൽ ഭരണകൂടത്തിലെ ചില നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഈ വർഷം മെയ് മാസത്തിൽ അദ്ദേഹം ആ പദവിയിൽ നിന്ന് അപ്രതീക്ഷിതമായി പിന്മാറി. ബിസിനസ്സിൽ പരാജയങ്ങളെയും വിജയങ്ങളെയും അതിവേഗം നേരിടുന്ന മസ്ക് രാഷ്ട്രീയ ഇടപെടലുകളിലും അതേ വേഗതയാണ് കാണിച്ചത്. താൻ വിചാരിച്ച മാറ്റങ്ങൾ ഭരണകൂടത്തിൽ വരുത്താൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവിടുത്തെ പ്രവർത്തന രീതികളുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ അദ്ദേഹം പുറത്തേക്ക് വരികയായിരുന്നു. എങ്കിലും ഒരു ശതകോടീശ്വരൻ എന്നതിലുപരി തൻ്റെ തീരുമാനങ്ങൾക്കൊത്ത് ലോകത്തെ ചലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ശക്തിയായി മസ്ക് ഇന്നും തുടരുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ആരാധിക്കാം, അല്ലെങ്കിൽ കടുത്ത ഭാഷയിൽ വിമർശിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എലോൺ മസ്കിനെ നിങ്ങൾക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല. നമ്മളിൽ ഭൂരിഭാഗം പേരും ഭാവി എങ്ങനെ ഉണ്ടാകും എന്ന് കാത്തിരുന്ന് കാണുമ്പോൾ ആ ഭാവി സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിക്കുകയാണ് ഈ മനുഷ്യൻ. ഈ ലോകം അദ്ദേഹത്തെ ഒരു ഭ്രാന്തനായി കാണാം, പക്ഷേ ചരിത്രം അദ്ദേഹത്തെ ഓർക്കുക ലോകത്തെ മാറ്റിമറിച്ച ഒരു ജീനിയസ് ആയിട്ടായിരിക്കും. ഇത്രയും വലിയ പണവും അധികാരവും വെച്ച് എലോൺ മസ്ക് യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യമിടുന്നത്? ഒരു ട്രില്യണർ എന്ന നിലയിൽ അദ്ദേഹം ഈ ലോകത്തെ എങ്ങനെയായിരിക്കും മാറ്റിയെഴുതാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.